വേദിയിലിരിക്കുന്ന ശിവശക്തികൾ, സദസ്സിലിരിക്കുന്ന ശക്തിസേന, പാണ്ഡവസേന, ഭഗവാന്റെ മക്കള്, ഇന്ന് ആദരിക്കപ്പെടുന്ന വനിതാരത്നങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സർവാത്മീയ സഹോദരി സഹോദരന്മാർക്കും ശിവജ്യോതി ഭവനത്തിലെ ഇന്നത്തെ ശിവരാത്രിയുടെ പുണ്യദിനത്തിൽ സ്വാഗതം, സുസ്വാഗതം. ഇന്ന് സംസാരത്തിനുള്ള ദിനമല്ല, ശിവരാത്രി സൈലൻസിന്റെ ദിനമാണ്. ശിവം ശിവകരം ശാന്തം. സർവേശ്വരന്റെ മഹിമകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റെല്ലാ ഉത്സവങ്ങളും ആർഭാടപൂർവ്വം ആഘോഷിക്കുമ്പോൾ ശിവരാത്രി ഒന്ന് മാത്രമാണ് നമ്മൾ ജാഗരണത്തിലും വ്രതവും ഉപവാസവുമായി കൊണ്ടാടുന്നത്. അതുകൊണ്ടിന്ന് സൈലൻസിന്റെ ശക്തി. കഴിഞ്ഞ ഒരു മാസമായി സിസ്റ്ററും സൈലൻസിന്റെ ആഴത്തില് എത്ര പവറുണ്ട്, എത്ര സുഖമുണ്ട്, അതിൻ്റെ ഒരു റിസർച്ച് ഇവരുടെ ഉള്ളില്. സൈലൻസിന്റെ പവർ എന്താണ്, അത് സ്വയം ഫീൽ ചെയ്യാനുള്ള ഒരവസരം ഈശ്വരൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാഭം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്ന ഈ സുന്ദര സുദിനത്തില് ഇന്ന് ലോക വനിതാ ദിനവുമാണ്. നോക്കൂ, എത്ര വലിയ കോയിൻസിഡൻസ് ആണ്. ശിവനും ശക്തിയും, ശിവശക്തി ദിനമാണിന്ന്. ഒപ്പം നമുക്കിന്ന് പാലക്കാടുകാർക്ക് വടക്കന്തരയിലെ വേലയുടെ ദിനമാണ്. പ്രവൃത്തി പുണ്യത്തിന്റെ സംഗമ ദിനമാണ്. ഇന്ന് ആദരിപ്പിക്കപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും, എല്ലാവരും 50 പേരും വേദിയിലിരിക്കേണ്ടവരാണ്. പക്ഷേ ഈ സ്റ്റേജ് ചെറുതായതുകൊണ്ട് കുറച്ചു പേര് താഴെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ സ്വയം ഭഗവാന്റെ ഹൃദയത്തില് ഈശ്വരന്റെ ആശീർവാദവും പുണ്യവും നേടിയവരാണ് നിങ്ങളെ ക്ഷമിച്ചതാരാണെങ്കിലും ഭഗവാന്റെ ദൃഷ്ടിയിൽ പെട്ടതുകൊണ്ടാണ് തീർച്ചയായും നിങ്ങളെ ഗേറ്റ് കടന്ന് ഇവിടെ എത്തിയത്. ഇന്ന് നൽകുന്ന ശിവശക്തി പുരസ്കാരം ഇതൊരു മാനവന്റെ അവാർഡല്ല, സ്വയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആശീർവാദമാണ്. ഈശ്വരി വിശ്വവിദ്യാലയം 1936 സ്വയം പരമേശ്വരനാൽ ആരംഭിച്ചതാണ്. വനിതാ ദിനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യുണൈറ്റഡ് നേഷൻസ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് 1945 സ്ത്രീ പുരുഷ സമത്വത്തിന്റെ എഗ്രിമെന്റ്. അതിനുശേഷം ദീർഘകാലം 1975 മാർച്ച് 8 ആദ്യത്തെ ലോക വനിതാ ദിനം ആചരിക്കുന്നത്. ഇനി നമ്മൾ 2024 മാർച്ച് 8. ഈശ്വരി വിശ്വവിദ്യാലയം 1936 ആരംഭിച്ചത്. ഈ കണക്ക് സിസ്റ്റർ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നഗരമാതാവും എത്തി. ശക്തിസേനയ്ക്ക് ചൈതന്യം പകരാൻ 50 പേരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ സിസ്റ്റർ നോക്കിയിരുന്നു. നഗരം ഭരിക്കുന്ന നഗരമാതാവ് മുതല് നീതിയും ന്യായവും ജഡ്ജിയും വക്കീലും എല്ലാവരും ഉണ്ട് അവിടെ. താഴെ ഇരിക്കുന്നവരാരും ചെറിയവരൊന്നുമല്ല. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി. നമ്മളെല്ലാവരും പാമ്പിനെ കണ്ട പേടിക്കും. ഇവിടെ ഒരു മഹിളയുണ്ട്, പാമ്പിനെ പിടിച്ചിട്ട് എല്ലാവരുടെയും പേടി മാറ്റണം. ഉഷ സിസ്റ്റർ എത്തിയിട്ടുണ്ടോ? തിരൂര് ഉഷ. എഴുന്നേക്കും, എല്ലാവരും കാണട്ടെ. നോക്കൂ,
ഇതാണ് ശക്തിസേനയുടെ ശക്തി. ഇതല്ല, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ അനേകർക്ക് ശക്തി പകർന്ന് രത്നങ്ങളാണിരിക്കുന്നത്. തന്റെ ജീവിതം ഒരു ജീവൻ കൊടുത്തൊരു രത്നം അവിടെ ഇരിപ്പുണ്ട്. തന്റെ കിഡ്നി ദാനം ചെയ്ത് ഇനി ഒരു ജീവിതം കൊടുത്ത്, ജീവിതത്തിൽ നിങ്ങളെല്ലാവരും ധാരാളം സേവനം ചെയ്തവരാ. ഒരാൾക്ക് ജീവൻ കൊടുത്തൊരു മഹിളാരത്നം നിലമ്പൂർ കോവിലകത്തെ ഒരു തായ്വഴി സന്താനം നമ്മുടെ മുന്നിലുണ്ട്. നന്ദിനി മാതാവ് എഴുന്നേക്കും. എവിടെയാണ്? നമ്മളെല്ലാവരും ഭയപ്പെടുമ്പോൾ സ്വന്തം കിഡ്നി ദാനം കൊടുത്ത തൻ്റെ അനുജത്തിക്ക് എല്ലാവരും ഭർത്താവും മക്കളും എല്ലാം ഭയന്ന് നിന്നപ്പോ ഞാൻ തരാമെന്ന് പറഞ്ഞ് കൊടുത്ത നാരീശക്തി. ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ആലോചിച്ച് നോക്കണം. സർവശക്തിവാൻ പരമേശ്വരൻ എത്ര കരുത്ത് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞു വന്നത്, ഇപ്പോൾ 2024 നമ്മൾ ഈ നാരീശക്തി ആഘോഷിക്കും. നമുക്ക് ഭാരതീയർക്ക് ഇനിയും കരുത്ത. കാരണം നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി, നമ്മുടെ രാഷ്ട്രപതിയായിട്ട് നമ്മുടെ ആദരണീയ ദ്രൗപദി മുർമുജി നാരീശക്തി ബില്ലിലൂടെ മുഴുവൻ ഭാരതത്തിലെ നാരീശക്തിക്കും ഊർജം നൽകുന്ന രാഷ്ട്രത്തിന്റെ കാവൽക്കാരൻ ആദരണീയനായ പ്രധാനമന്ത്രി ഒരു സാധാരണ മാതാവിനെ രാഷ്ട്രപതിയാക്കി വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മാതൃക തന്നിരിക്കുക, ശക്തി പകർന്നിരിക്കുക. ഇത്രയും സർവസമർത്ഥമായ പ്രബുദ്ധമായ ഒരു നാട്ടില് ഭാരതത്തിലൊരു പുൽക്കൊടിയായെങ്കിലും ജനിച്ചിരുന്നെങ്കിലെന്ന് കവിതയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നമ്മളാരും പുൽക്കൊടിയായിട്ടല്ല ജനിച്ചിരിക്കണേ. നമുക്ക് ഓരോരുത്തർക്കും ഇത്രയും സന്തോഷം ഉണ്ടാകണം. ഈ ജന്മം എന്തായാലും നമ്മളെല്ലാം സ്ത്രീ ശരീരത്തിലാണ്. എൻ്റെ ഉള്ളിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകാറുണ്ട്. ഞാൻ എപ്പോഴും ഭഗവാനോട് പറയും, എനിക്ക് കൂടുതൽ ജന്മവും സ്ത്രീ ശരീരത്തിൽ മതി. കാരണം ഭഗവാൻ എപ്പോഴും പറയും 2 ജന്മങ്ങൾ നിങ്ങൾക്ക് മാറി മാറി എടുക്കണം. പക്ഷേ ഈ ജന്മത്തില് ഈ സ്ത്രീ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അനന്ത സാധ്യതകള് സർവശക്തിവാൻ പ്രഭുവിനെ ആവരണം ചെയ്തപ്പോ ആ പ്രഭുവിന്റെ അടുത്ത് സങ്കല്പം വെച്ചിട്ടുണ്ട്, ഭഗവാനെ ഇങ്ങനെയുള്ള അനേക അനന്ത സാധ്യതകളിലൂടെ എല്ലാ ജന്മങ്ങളിലും കടന്നു പോകുന്ന ഒരു ജന്മം ഉണ്ടാവണം. അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്ത് അനേകരുടെ ആശീർവാദം ലഭിക്കുന്ന ജന്മങ്ങളാകണം എല്ലാ ജന്മങ്ങളുമെന്ന്. നിങ്ങൾ ആ രത്നങ്ങളാണെന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കണേ. ഇന്നത്തെ ശിവരാത്രി ദിനത്തില് 1936 ശിവപരമാത്മാവ് ഭൂമിയിൽ വന്ന് ഈ ഈശ്വര യജ്ഞം ആരംഭിച്ചപ്പോ ഈ വിശ്വവിദ്യാലയത്തിന്റെ സ്ഥാപകൻ പ്രജാപിത ബ്രഹ്മാവ് അദ്ദേഹത്തിന് വളരെയധികം കൃതജ്ഞതയോടെ അനുസ്മരിക്കുകയാണ്. കാരണം അദ്ദേഹം ചെയ്തത്, നിങ്ങൾ ആലോചിക്കുന്ന 1936 പെൺകുട്ടികൾക്ക് പഠിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. കേവലം സ്ത്രീകള്, പെൺകുട്ടികള് അടുക്കളയില്, ബാക്കി പുരുഷന്റെ ലീലാവിലാസങ്ങള്, ആസക്തിക്ക് കേവലം ക്രീഡയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം. അത്രയധികം യാഥാസ്ഥിതിക സമൂഹം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ആ 1936 ഭഗവാൻ പരമേശ്വരന്റെ പരമ്പൊരുൾ പരമപ്രകാശം ശിവഭഗവാന്റെ ആജ്ഞപ്രകാരം ഈ ഈശ്വര വിശ്വവിദ്യാലയത്തിന്റെ സ്ഥാപനയ്ക്ക് നിമിത്തമായ ബ്രഹ്മബാബ ആദ്യം ഈ ഈശ്വരീയ ജ്ഞാനം നൽകിയത് തന്റെ സഹധർമ്മിണിക്കാണ്, തന്റെ മകൾക്കാണ്, മരുമകൾക്കാണ്. അങ്ങനെ കുടുംബങ്ങൾ ഒരു 450 പേര്, അതിൽ മെജോറിറ്റി അമ്മമാരും പെൺകുട്ടികളുമായിരുന്നു. ആ 450 പേരില് സശക്തയായ ഒരു കന്യക 15 വയസ്സില് ആധ്യാത്മിക ജ്ഞാന മാർഗത്തിലെത്തി. 16-ാമത്തെ വയസ്സില് വിശ്വമാതൃത്വത്തിലേക്ക് കേവലം 1 വർഷം കൊണ്ടുണ്ടായ ട്രാൻസ്ഫോർമേഷൻ. ടെൻഡർ ഏജിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി, രാധ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പെൺകുട്ടി, തന്റെ ഉന്നതമായ സശക്തമായ വ്യക്തിത്വം കൊണ്ട്
വിശ്വമാതൃത്വത്തിന്റെ ഭാവന, മംഗളകാരി ഭാവന, അധ്വാനശീലം, മുഴുവൻ വിശ്വത്തെയും മാനവരാശിയും മക്കളായി കണ്ട് സർവരുടെയും സേവനം ചെയ്യാനുള്ള ത്യാഗം, തപസ്, സേവന മനോഭാവം. ആ കാരണത്താൽ സ്ഥാപകൻ ഈ വിശ്വവിദ്യാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായി ഓം രാധയെ വയ്ക്കുകയും അങ്ങനെ അന്ന് മുതൽ 36 മുതൽ ഈ വിശ്വവിദ്യാലയം ഇതിന്റെ നേതൃത്വ സ്ഥാനം, മുഖ്യ അഡ്മിനിസ്ട്രേഷൻ അമ്മമാര്, സഹോദരിമാര്. പക്ഷേ സഹോദരന്മാരില്ല എന്നുള്ളതല്ല, സഹോദരന്മാര് ബാക്ക് ബോണായിട്ട് ഈ വിശ്വവിദ്യാലയത്തിന്റെ സേവനം അന്ന് ആരംഭിക്കുമ്പോൾ മുതലേ ഈ സ്ഥാപകനും സർവശക്തിവാൻ പരമേശ്വരനും നാരീശക്തിയെ മുന്നിൽ വെച്ചുകൊണ്ട് നാരിയുടെ മുഴുവൻ ശക്തിയെയും, പതിവൃത്യത്തിന്റെ ശക്തി, കരുണാമയ ഹൃദയത്തിന്റെ ശക്തി, ത്യാഗ മനസ്സിന്റെ ശക്തി, സർവ നാരിത്വ ശക്തികളെയും സർവ സോഫ്റ്റ് പവേഴ്സിനെയും മുഴുവൻ വിശ്വത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ നാരിയുടെ ശക്തി എങ്ങനെ ശക്തീകരിച്ചു? ശിവഭഗവാൻ വന്ന് ജാഗരണം നടത്തി. 3-ാം കണ്ണ് തുറന്നു കൊടുത്തു എല്ലാവർക്കും. നിങ്ങളീ നശിക്കുന്ന ദേഹമല്ല, നിങ്ങളീ ശരീരത്തിനുള്ളിലിരിക്കുന്ന ചൈതന്യ ആത്മാവാണ്. സ്ത്രീ പുരുഷ ഭാവഭേദം കേവലം ഈ കോസ്റ്റ്യൂമിന്റെ വ്യത്യാസം മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും അനശ്വരമായ അമരന്മാരായ ആത്മസ്വരൂപങ്ങളാണ്. നിങ്ങൾ എൻ്റെ മക്കളാണ്, പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ്. ഉപവാസായി ജാഗരണം. ഞാൻ നശിക്കുന്ന ദേഹമല്ല, ആത്മസ്വരൂപമാണ്. ആത്മാവിലെ അനന്ത ശക്തികൾ ഉണരാൻ തുടങ്ങി. അതാണ് നമ്മുടെ ദേവിമാർക്കെല്ലാം 8 കൈകളും 16 കൈകളും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഭാരതീയ സംസ്കൃതിയിൽ ഇന്നോ ഇന്നലെയോ അല്ല നാരീശക്തിയെ കാണിക്കണേ. ആരംഭം മുതല് ആർഷഭാരത സംസ്കാരത്തിന്റെ തുടക്കം മുതൽ നമ്മൾ നോക്കിയാൽ ശക്തിയെ ബോധ്യപ്പെടുത്തി തരാൻ പൂർവികര് നമുക്ക് എത്ര തിരിച്ചറിവിന്റെ ചിത്രങ്ങൾ തന്നെ തന്നിരിക്കണം. 8 കൈ അർത്ഥ 8 കൈ എന്നുള്ളതല്ലല്ലോ. എന്താ കൈകള്? കരങ്ങളാണ്, ശക്തികളാണ്, നമ്മുടെ പവേഴ്സാണ്. അപ്പൊ ഇത്രയും പവേഴ്സ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പവർ ഉണ്ടെന്ന് അല്ലേ? നേരിടാനുള്ള ശക്തിയുണ്ട്, തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട്, ചേർന്ന് പോകാനുള്ള ശക്തിയുണ്ട്, ചേർത്ത് കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട്. ഇത് കാണിക്കാൻ പറ്റില്ല. ശക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കരങ്ങള്. അങ്ങനെ 1936 മുതൽ സ്വയം ശിവ പരമാത്മാവ്, അത് സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ ഭഗവാൻ പറഞ്ഞു, നരന് നാരായണനെ പോലെ ഉയരാം, നാരിക്ക് ലക്ഷ്മിയെ പോലെ ഉയരാം. എന്നിട്ട് എഡ്യൂക്കേഷൻ, നിത്യ സത്സംഗം, ഇതാണ് നമ്മളോട് പറഞ്ഞ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിഷ്ണുവാണ്, വൈഷ്ണവരാണ്. നിങ്ങൾക്ക് ശ്രീനാരായണന്റെ സംസ്കാരമുണ്ട്, നിങ്ങൾ ഓരോരുത്തരിലും ശ്രീലക്ഷ്മിയുടെ സംസ്കാരമുണ്ട്. അതാണ് ഭാരതീയ സംസ്കൃതി. പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്. നരൻ നാരായണനെ പോലെയായിരുന്നു, നാരി ലക്ഷ്മിയെ പോലെയായിരുന്നു. ഈ 2 പവേഴ്സ് എവിടെയുണ്ട്? ആത്മാവിലുണ്ട്. അതുകൊണ്ട് ജാഗരണം ആത്മബോധത്തിന്റെ ജാഗരണമാണ്. ഇന്ന് ശിവരാത്രിയാണ്. നമ്മളെല്ലാം രാത്രി ഉണർന്നിരുന്ന ശിവനെ ധ്യാനിക്കും. ഭഗവാൻ പറഞ്ഞു, ഈ ഉണർവ് ഒരു ദിവസം മാത്രം പോരാ മക്കളെ, മുഴുവൻ ജീവിതത്തിലും അകക്കണ്ണ് തുറന്നു വയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക ശക്തികളെ ഡെയിലി കാര്യത്തിൽ ഉപയോഗിക്കാം. ഒരാൾക്ക് വന്ന് നിങ്ങളെ പുറത്തു തട്ടി സാന്ത്വനിപ്പിക്കേണ്ടി വരില്ല. ദുഃഖത്തിന്റെ, അശാന്തിയുടെ, വേദനയുടെ, വിഷമങ്ങളുടെ, ദുഃഖത്തിന്റെ അന്ധകാരം നീക്കി സുഖത്തിന്റെ, ശാന്തിയുടെ, ജ്ഞാനത്തിന്റെ, ശക്തികളുടെ അമൃത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അതിന് മഥനം വേണം, കടയണം. വിചാരസാഗര മഥനമാണ് ആവശ്യം. നമ്മുടെ മനസ്സുകളാണ് സാഗര സമാനമായിരിക്കുന്നത്.
ഇതിൽ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്, ഇതിൽ കളകൂട വിഷമുണ്ട് അമൃതവും ഉണ്ട്. പക്ഷെ നമുക്ക് അമൃതം എടുത്ത് ഉപയോഗിക്കണം. അപ്പൊ വിഷത്തിന്റെ മേലെ ഓട്ടോമാറ്റിക്കലി വിജയം നേടാൻ പറ്റും. അതുകൊണ്ട് സ്ത്രൈണ ശക്തിയിലെ ആ അമൃതന്റെ സംസ്കാരത്തെ ആണ് ഭഗവാൻ ഉപയോഗിച്ച് ഈശ്വരീയ വിശ്വവിദ്യാലയം ആരംഭിച്ചത്. ഇന്ന് നിങ്ങൾ ഇത്രയും ആദരിക്കപ്പെടുന്ന ശക്തികളെ കാണുമ്പോൾ സിസ്റ്ററുടെ ഉള്ളിലെ ഹൃദയത്തിലെ ശുഭാവന, സ്വയം സർവശക്തിവാൻ പ്രഭു വന്നിട്ട് ഈ മുഴുവൻ വിശ്വത്തിലെ അന്ധകാരം നീക്കാൻ, ദുഃഖത്തിന്റെ അന്ധകാരം നീക്കാൻ, വേദനകളുടെ അന്ധകാരം നീക്കാൻ നമുക്കെല്ലാവർക്കും അകക്കണ്ണ് തുറന്നു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജാഗരണം ഒരു ദിവസത്തെ അല്ല. ഈ കലിയുഗത്തിന്റെ അവസാന ഘോരാന്ധകാര കാലഘട്ടത്തില് നമുക്കെല്ലാവർക്കും ഉണരുകയും ഉണർന്നിരിക്കുകയും വേണം. ഉണർന്നവർക്ക് ഉണർത്തുകയും വേണം. ഡെന്നി ശിവശക്തി പുരസ്കാരം കിട്ടുന്നത് ഉണർന്നിരുന്ന് മറ്റുള്ളവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന രത്നങ്ങളാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ടാണ് നിങ്ങളെ ആദരിക്കുന്നത്. ഒപ്പം ഉപവസിക്കുക, കൂടെ വസിക്കുക. ആരോടൊപ്പം? വിട്ടുപിരിയാത്ത കൂട്ടുകാരനൊന്നേ ഉള്ളൂ. നേരത്തെ ടീച്ചർ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും വിചാരിക്കുക എല്ലാവരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, എല്ലാം കൂടെ ഉണ്ടാവും. പക്ഷേ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന ഒരു അനിശ്ചിതത്വത്തിന്റെ അൺസർട്ടനിറ്റിയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം പോലും, ഇന്ന് ആരോഗ്യമുണ്ട്, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. നാളെ അറിയില്ല ഈ വണ്ടിക്കുള്ളിൽ എന്താ, തലവേദനയായിട്ട് പോണോ, ട്യൂമറാണെന്ന് പറയണു. ചികിത്സിക്കണമെങ്കിൽ പോലും എത്ര വർഷങ്ങളുടെ നീണ്ട പ്രോസസ്സാ. ആ ന്യൂസ് കേൾക്കാൻ എത്ര ശക്തി വേണം. അപ്പൊ ശാക്തീകരണം മനസ്സിനാണ് ആവശ്യം. ശരീരം കൊണ്ട് നമ്മൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ശക്തി എവിടെ കിടക്കണേ? ആത്മാവിലാണ്. അതുകൊണ്ട് ഉണരേണ്ടത് ആത്മബോധമാണ്. സോൾ കോൺഷ്യസ് ലിവിംഗ് ആണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ടീച്ചിങ്, ഫണ്ടമെന്റൽ ടീച്ചിങ്. രണ്ടാമത്തത് രാജയോഗമാണ്. ആത്മബോധത്തിലിരുന്നുകൊണ്ട് പരമാത്മാവിന്റെ ഓർമ്മ, സർവശക്തിവാന്റെ ഓർമ്മ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ സഹായിക്കും. കാരണം ബാക്കി എല്ലാ ശക്തിയും, ശരീരത്തിന്റെ ആരോഗ്യത്തിന് നമുക്ക് നല്ല ഭക്ഷണം, എക്സർസൈസ്, ജിമ്മ്, പല കാര്യങ്ങളിലൂടെ നമ്മളെ ശാരീരികമായി ബലവാനാകാൻ നമ്മൾ പറയില്ലേ, പെൺകുട്ടികളെയൊക്കെ ഫിസിക്കലി ഫിറ്റ് ആക്കണം, തീർച്ചയായിട്ടും ആകണം. പക്ഷേ ശാരീരികമായിട്ട് എത്ര ശക്തമാണെങ്കിലും സ്വന്തം ജീവിതത്തിൽ വരുന്ന പേപ്പറുകള്, ആ പേപ്പർ വരുമ്പോൾ നമ്മൾ വളരാതിരിക്കണമെങ്കിൽ നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ജീവിക്കണം. എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. സാന്ത്വനം തരുന്ന കൈകൾ തന്നെ ചിലപ്പോൾ നമുക്ക് ടെസ്റ്റ് പേപ്പറായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാം. സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നാലേ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ പേരമക്കളും ആ രീതിയിൽ നമുക്ക് അവരെ ആത്മനിർഭരത, ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രത്തിന്റെ വലിയൊരു കാഴ്ചപ്പാടാണ് ആത്മനിർഭരത. ആത്മീയമായി നമ്മൾ സശക്തരായിരിക്കണം. മനോബലം എത്രത്തോളം നമ്മുടെ പക്കൽ ഉണ്ടാവണം, എന്നാലേ ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദരണീയ രാഷ്ട്രപതിയുടെ ജീവിതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ ടീച്ചറെ പോലെ സ്വന്തം ഭർത്താവും 2 പുത്രന്മാരെയും അപ്രതീക്ഷിതമായി കേവലം ഒരു വർഷത്തിന്റെ 2 വർഷത്തിന്റെ ഗ്യാപ്പിൽ നഷ്ടപ്പെട്ടപ്പോഴും നഷ്ടപ്പെട്ട് തളർന്നിരുന്നു. അതുവരെ വളരെ ആക്റ്റീവായിരുന്നു. തളർന്ന വീട്ടിൻ്റെ ഉള്ളിൽ ഇനി എനിക്കൊന്നുമില്ല ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. ആ സമയത്ത് നിങ്ങൾ ആദരണീയ രാഷ്ട്രപതിയുടെ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടാവും. ആ സമയത്ത് അവിടെ സമീപത്തുള്ള ബ്രഹ്മകുമാരീസ് സേവാ കേന്ദ്രത്തിലെ സഹോദരിമാര് കാണാൻ വേണ്ടിയിട്ട് പോയി, ക്ഷണിച്ചു. അപ്പോ ആദരണീയ രാഷ്ട്രപതി പറയാണ്, ഞാൻ അനേക തവണ എന്നെ അവർ വിളിച്ചിട്ടുണ്ട്, പല പ്രോഗ്രാമിനും വിളിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പോകാൻ തോന്നിയില്ല. പക്ഷേ എൻ്റെ കൂടെ എനിക്ക് പ്രിയപ്പെട്ട പലരും എന്നോട് പറയുകയുണ്ടായി, തീർച്ചയായും ഈ സഹോദരിമാര് ഈ രാജയോഗത്തിന്റെ വിദ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഊർജം നൽകും. അങ്ങനെ സെന്ററിൽ തന്നെ താമസിച്ച് 1 മാസം
സാധാരണ നമ്മുടെ സെന്ററിൽ ആർക്കും താമസം കൊടുക്കാറില്ല, എല്ലാവരും വരും, ക്ലാസ് കേട്ട് പോകും. പക്ഷെ ആ അവസ്ഥയായിരുന്നു ആ സമയത്ത് മാനസികാവസ്ഥ. ആദരണീയ രാഷ്ട്രപതിയുടെ സിസ്റ്റേഴ്സ് ഇത്രയും ടേക്ക് കെയർ ചെയ്തു. ആധ്യാത്മിക പാലന, ആത്മീയ പാലന, ജ്ഞാനയോഗത്തിന്റെ പാലന, അതിനുശേഷം ഇത്രയും സശക്തിയായി മാറി സിസ്റ്റേഴ്സിനോടൊപ്പം. ആ സമയത്ത് അവിടെ സെന്റർ ചെറിയൊരു സെന്ററായിരുന്നു. സിസ്റ്റേഴ്സിനൊക്കെ പുറത്തു പോകാൻ ഒരു വണ്ടിയുടെ പോലും സൗകര്യം ഉണ്ടായിരുന്നില്ല. ദൂരെ വനങ്ങൾക്കുള്ളിലേക്ക്, വനപ്രദേശങ്ങൾക്കുള്ളിൽ പോയി ക്ലാസ് എടുക്കാൻ ഊരുകളിൽ പോയി ദീർഘദൂരം നടന്നും ബസ് കയറിയുമാണ് വരുന്നത്. സ്വന്തം വാഹനം ആദരണീയ മുർമുജി നൽകി. കൂടെ സിസ്റ്റേഴ്സിനെ കൊണ്ടുപോയി എനിക്കെല്ലാ വീടുകളിലും ഈ ആധ്യാത്മിക സത്സംഗത്തിന്റെ ഉണർവ് എല്ലാവർക്കും കൊടുക്കണം, എന്നെപ്പോലെ എനിക്ക് എല്ലാവരെയും സശക്തരാക്കണം. അങ്ങനെ വളരെയധികം ഈശ്വരീയ സേവനങ്ങളിലൂടെ സിസ്റ്റേഴ്സിന് വലങ്കൈകളായി മുന്നോട്ട് വരികയും ജീവിതയാത്രയിൽ മുമ്പത്തേക്കാളും സശക്തിയായി മാറി. പിന്നെ നോക്കൂ, ജീവിതയാത്രയിൽ ഇന്നിപ്പം നമ്മൾ കാണുന്നില്ലേ, എവിടെ നിന്ന് എവിടേക്കെത്തി, എന്തിൽ നിന്ന് എന്തായി മാറി. ഇന്ന് ഈ നാരീശക്തി പുരസ്കാര ദിനത്തില് നിങ്ങളെല്ലാവരും സമൂഹത്തിന്റെ, നോക്കൂ, ഭരണചക്രം ധരിക്കുന്നവര് മുതല് നീതിയും ന്യായവും ലോകത്തിലെ നാടിന്റെ സമസ്ത മണ്ഡലങ്ങളിലും നിങ്ങൾ സേവകരാണ്. ഈ അവസരത്തിൽ സിസ്റ്റർക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനസ്സിൽ കുറെ കാലം കൊണ്ടുള്ള ഒരു സങ്കല്പം ഇപ്പോൾ ഈ 2024-25 ഈ വർഷത്തിലെ സങ്കല്പം ഇതാണ് സിസ്റ്ററുടെ മനസ്സിൽ. ഇതിൽ നിങ്ങളുടെയും എല്ലാവരുടെയും ഒരു കൈ സഹയോഗം, സഹായം വേണം. ഇത് നമ്മുടെ നാട്, ഇവിടെ 100 കുടുംബങ്ങൾ വന്നു പോകാറുണ്ട്. സിസ്റ്റർക്ക് 1000 കുടുംബങ്ങളോട്, പ്രത്യേകിച്ച് മലയാളികളോടൊപ്പം ഇടപഴകാറുണ്ട്. നിങ്ങൾ ഇടപഴകുന്നതിൻ്റെ അപ്പുറം ഒരു ആംഗിളാണത്. കാരണം നിങ്ങൾ പോകുമ്പോൾ എല്ലാവരുടെയും മുകളിലേക്ക് ആ ചിത്രങ്ങൾ ഒരു പക്ഷേ കാണാറുള്ളൂ. അപൂർവം നിങ്ങളും ഉണ്ടാവും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ജീവിതത്തെ അറിയുന്നവര്. ഹൃദയങ്ങളിലെ ഇരുട്ട്, ദുഃഖത്തിന്റെ ഇരുട്ട്, വേദനകളുടെ, പലർക്കും അനേക സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. പുറമെ ഓടി നടന്നെല്ലാം ചെയ്യുമ്പോഴും സ്വന്തം സ്വകാര്യ ദുഃഖങ്ങളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ധാരാളം പേരുണ്ട്. സ്വന്തം മക്കളുടെ, സ്വന്തം ഭർത്താവിൻ്റെ, സഹോദരങ്ങളുടെ അനേക വിഷയമുണ്ട്. സ്വന്തം വ്യക്തിഗത പ്രശ്നങ്ങള്, പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമായി തീർന്നിരിക്കുന്ന മദ്യപാനം, ലഹരി വസ്തുക്കള്, പൊക്കവല്ലി, ആത്മഹത്യ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നാട്. ഇന്ന് സിസ്റ്റർക്ക് നിങ്ങൾ എല്ലാവരോടുള്ള ഒരു അഭ്യർത്ഥന, ഒരു സങ്കല്പം ഇന്ന് മനസ്സിൽ വന്നിരിക്കുകയാണ്. ഇന്ന് മുതൽ, ഇന്ന് ശിവന്റെ ദിനമാണ്, ശക്തികളുടെയും ദിനമാണ്. അതുകൊണ്ട് ഈ ശിവശക്തി ദിനം മുതൽ അടുത്ത ശിവശക്തി ദിനം വരെ ഒരു വർഷക്കാലം നമ്മൾ ഈശ്വര വിശ്വവിദ്യാലയത്തില് ഇന്ന് ശിവശക്തി ദിനമായി ആചരിച്ചുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സങ്കല്പം, അടിമത്തത്തിൽ നിന്ന് അവബോധത്തിലേക്ക്. ഏതെല്ലാം തരത്തിലുള്ള അടിമത്തം, അത് ഫോണാകട്ടെ, ഇന്റർനെറ്റ് ആകട്ടെ, നിങ്ങൾക്കറിയാലോ, ഇന്ന് കള്ളിനേക്കാളും കഞ്ചാവിനേക്കാളും വലിയ അടിമത്തമാണ് കയ്യിലിരിക്കുന്ന ഈ പെട്ടി കൊണ്ടുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും. നല്ലതല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പൊ ഈ പ്രോഗ്രാം തന്നെ ഈ പെട്ടിക്കുള്ളിൽ ധാരാളം പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൺലൈനിൽ ധാരാളം നന്മയുണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെ സയൻസിന്റെ ടെക്നോളജി അതിൻ്റെ പോസിറ്റീവ് വേയിൽ ഉപയോഗിച്ചാൽ നന്മയ്ക്കാണ്. ഇപ്പോ ഏടെയും കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വന്നു കഴിഞ്ഞു. എല്ലാറ്റിൻ്റെയും പ്ലസ് മൈനസ് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തില് പ്രത്യേകിച്ച് നാരീശക്തിക്ക് മഹത്വം നൽകുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ ഭാരതത്തിലുള്ള ഈ സമയത്ത് നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യത്തില് സേവനം ചെയ്യാൻ ശാക്തീകരണം. നേരത്തെ സിസ്റ്റർ പറഞ്ഞല്ലോ, ഇത് സ്ത്രീയെന്നോ പെൺകുട്ടിയെന്നോ അല്ല. കാരണം അടിമത്തം കേവലം പെൺകുട്ടികളുടെ വിഷയം മാത്രമല്ല, അമ്മമാരുടെ വിഷയം മാത്രമല്ല. പക്ഷേ നമ്മളും അതിലുണ്ട്, ഭാഗമാണ്. നമ്മുടെ തന്നെ കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തില് എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും നമ്മുടെ മനസ്സുകളെ മോചിപ്പിക്കാൻ
ആദരണീയായ MP രമ്യ ഹരിദാസ് അവர்கள் എത്തിയിട്ടുണ്ട്. നമസ്കാരം, സ്വാഗതം, വരൂ. അപ്പൊ സമ്പൂർണമായി നമ്മുടെ വേദി പറഞ്ഞു വന്നത് സിസ്റ്റർ, ഇന്നത്തെ ഈ സാഹചര്യത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഈ നാരീശക്തി പുരസ്കാരം ഭഗവാൻ നിങ്ങൾക്ക് നൽകി നിങ്ങളെല്ലാവരെയും ആദരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്നു മുതൽ ഒരു ജാഗരണത്തിനുള്ള ഒരു തിരയും കൂടി സിസ്റ്റർ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ തെളിഞ്ഞ ദീപങ്ങളാണ്. നിങ്ങളിലൂടെ നിങ്ങൾ ധാരാളം ദീപങ്ങളെ തെളിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ എല്ലാം ഭൗതികമായ സേവനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്കുള്ള ആഹാരവും വസ്ത്രവും പാർപ്പിടവും അനേക സൗകര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. പക്ഷെ മനസ്സുകളിൽ അനുഭവിക്കുന്ന ഇരുട്ട്, അന്ധകാരം, ദുഃഖത്തിൻ്റെ, വേദനയുടെ, ഭയത്തിൻ്റെ, വിഷമത്തിൻ്റെ, ആസക്തിയുടെ, അക്രമത്തിൻ്റെ, അനീതിയുടെ, അസൂയയുടെ, അസത്യത്തിൻ്റെ കറപിടിച്ച് ഇരുട്ടുകൾ നീക്കാൻ നിങ്ങൾ ഉൾപ്പെട്ട മേഖലകളിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൂട്ടായ്മകളിൽ നിങ്ങൾ സത്സംഗവും ധ്യാനവും ആധ്യാത്മികമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ജനത മുന്നോട്ട് പോയാൽ മാത്രമേ കേവലം ഭൗതികത കൊണ്ട് മാത്രം നമുക്ക് കെട്ടിടം നിലനിർത്താൻ പറ്റില്ല, ഉയർത്താൻ പറ്റും. ഫൗണ്ടേഷൻ ഇല്ലാത്ത ഏത് കെട്ടിടവും കൊടുങ്കാറ്റില് ആടി ഉലഞ്ഞ് തകർന്നടി. അതുകൊണ്ട് മണലിന്റെ മേലെ, വെറും മണപ്പരപ്പിന്റെ മേലെ നമുക്ക് കെട്ടിടം ഉയർത്തിയത് കൊണ്ട് മാത്രമാവില്ല. അതുകൊണ്ട് വികസനം തീർച്ചയായും നമ്മുടെ മുഴുവൻ വിശ്വത്തിന്റെ മംഗളം നടക്കണമെന്നുണ്ടെങ്കിൽ സർവരുടെയും മംഗളം, അതിൽ കൊച്ചുകുട്ടികളും യുവാക്കളും യുവതികളും ആബാലവൃദ്ധം ജനങ്ങളുടെയും മംഗളം ഉണ്ടാകാൻ നമ്മുടെ അടിത്തറ ആധ്യാത്മികതയാണ്. കാരണം നമ്മൾ ഈ കാണുന്ന നശിക്കുന്ന ദേഹം മാത്രമല്ലല്ലോ ഈ വണ്ടി ഓടിക്കുന്നത്, മനസ്സല്ലേ. ഈ ഡ്രൈവർ ഫിറ്റ് ആയാലല്ലേ നമുക്ക് ഈ വണ്ടി ആക്സിഡന്റ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ആത്മീയവും ഭൗതികവുമായ സന്തുലനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം അടിമത്തത്തിൽ നിന്ന് അവബോധത്തിലേക്ക് ഈ ഒരു ജാഗരണ യജ്ഞം, ഒരു വർഷത്തെ നീണ്ട ഈശ്വരീയ സേവനങ്ങൾ നമ്മൾ ഈ നാട് മുഴുവൻ, പ്രത്യേകിച്ചും നമുക്കിവിടെ ലോക്കൽ സർവീസ് പാലക്കാട്, മലപ്പുറം, ഈ 2 ജില്ലകളുടെ കോർഡിനേഷൻ ഇവിടെ നിന്നാണ്, ശിവജ്യോതി ഭവനത്തു നിന്നാണ്. ഞങ്ങൾ മെജോറിറ്റി എല്ലാവരും പാലക്കാട് നിന്നെത്തിയവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതില് ഒരു വിരൽ സഹായം പരമാത്മ കാര്യത്തിൽ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാർഡുകളിൽ, നിങ്ങളുടെ കൂട്ടായ്മകളിൽ, നിങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ അവയർനെസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ജാഗരണമാണ് നമുക്ക് ആവശ്യം. അപ്പൊ വ്രതം ഓട്ടോമാറ്റിക്കലി നടക്കും. എന്താ വ്രതം? കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കുക, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കുക, പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുക, കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കാതിരിക്കുക, കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കാതിരിക്കുക. അതാണ് വ്രതം. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാൻ ശക്തി വേണം, ചെയ്യേണ്ടത് ചെയ്യാനും കരുത്ത് വേണം. അതാണ് ശക്തീകരണം. തെറ്റ് ചെയ്യാതിരിക്കാനും ശരി ചെയ്യാനുമുള്ള ശക്തി. ആ ശക്തരാണ് നിങ്ങളെല്ലാം. അതുകൊണ്ടിന്ന് ഈ പുരസ്കാരത്തിന് അർഹരായി ഭഗവാൻ നിങ്ങളെ ക്ഷണിച്ചപ്പോൾ എത്ര സന്തോഷമാണെന്നറിയോ നിങ്ങളെല്ലാരെയും കാണുമ്പോൾ. ഭഗവാന്റെ എത്ര കരങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാരെയും കാണാൻ കിട്ടിയൊരു അവസരമല്ലേ. കാണുന്നത് തന്നെ പുണ്യമാണ്. ഭഗവാനെ കാണുന്നത് പുണ്യമാണെന്ന് പറയും. പുണ്യകർമ്മം ചെയ്യുന്ന ആത്മാക്കളെ പരസ്പരം കാണുക അർത്ഥം എന്താണ്? ദർശന പുണ്യ സായുജ്യമാണ്. പരസ്പരം ആശീർവാദം കൊടുക്കാനും വാങ്ങാനും കിട്ടുന്ന അവസരമാണ്. ഈ അവസരത്തില് നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഇനിയും ധാരാളം ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തി സർവശക്തിവാനിൽ നിന്നുണ്ടാകട്ടെ എന്ന ശുഭസങ്കല്പം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ധ്യാനം ചെയ്യാം. നിങ്ങൾക്കുള്ള ശിരസിന് മുകളിൽ സർവശക്തിവാൻ കുടവിരിച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിനും ശക്തി
ബുദ്ധിക്കും സംസ്കാരത്തിനും ശരീരത്തിനും കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും തത്വര ഈ മുഴുവൻ വിശ്വത്തിനും മംഗളമുണ്ടാക്കാൻ ഇന്നത്തെ ഈ ശിവരാത്രി നമ്മുടെ എല്ലാം ജീവിതത്തില് ശുഭദിനമായി മുഴുവൻ അന്ധകാരവും ദുഃഖശാന്തിയുടെ അന്ധകാരം നീങ്ങണം. അതാണ് ഏറ്റവും പ്രധാനം. ദുഃഖശാന്തിയുടെ അന്ധകാരം അത് നീങ്ങാത്തിടത്തോളം ഒരാളെങ്കിലും ദുഃഖിക്കുന്നുവെങ്കിൽ ആ വേദനയുടെ വൈബ്രേഷൻ തളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കാർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉറങ്ങിയാൽ പോലും നമ്മൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരണുണ്ട്. നമ്മുടേതായ വ്യക്തിഗത പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും എത്ര വേദന അവരെല്ലാം അനുഭവിക്കുന്നോ, അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും ഇതുവരെ വേദനിക്കുന്ന ഹൃദയങ്ങളുടെ വൈബ്രേഷൻസ് ഉണ്ടോ, ആ വൈബ്രേഷൻ നമ്മളെല്ലാവരെയും ടച്ച് ചെയ്യും. കാരണം നമ്മളെല്ലാവരും വൈബ്രേറ്റ് ചെയ്യുന്ന ചൈതന്യ ആത്മസ്വരൂപങ്ങളാണ്. അതുകൊണ്ട് ഏതെല്ലാം ബാറ്ററിയിൽ നിന്ന് വൈബ്രേഷൻ വേദനയുടെ വരുന്നു, ദുഃഖത്തിന്റെ വരുന്നു, ആ വൈബ്രേഷൻസ് നമ്മളെല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചെയ്യേണ്ട അവശ്യ സേവനമാണ് ദുഃഖത്തിന്റെ ശാന്തിയുടെ ഇരുട്ട് നീക്കാൻ സുഖശാന്തിയുടെ വെളിച്ചം കൊടുക്കണം. അതിന് സർവശക്തിവാൻ വന്ന് 88 വർഷം കൊണ്ട് ഈ മഹായജ്ഞം രുദ്രയജ്ഞം സ്ഥാപിച്ച് ഉണർത്തി ഉപവാസവും വ്രതവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും എല്ലാവർക്കും ഭഗവാന്റെ ഈ മഹായജ്ഞത്തിൻ്റെയും സേവകരായി തീർച്ചയായും വലങ്കൈകളായി റൈറ്റ് ഹാൻഡ്സായി നിങ്ങളും സേവനം ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വർഷക്കാലത്ത് നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങൾ എവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ക്ഷണിക്കുന്നു തീർച്ചയായും സിസ്റ്റർ വരും. ഏത് സമയത്ത് നിങ്ങൾ വെച്ചാലും കുടുംബങ്ങളായി കുടുംബസമേതം. കാരണം ജാഗരണം ഇത് കേവലം കുട്ടികളുടെ ചെറുപ്പക്കാരുടെ വിഷയമല്ല. ഇന്ന് മാനസികാവസ്ഥ എല്ലാവരുടെയും ഇരുട്ട് നിറഞ്ഞിരിക്കുക, മെജോറിറ്റി. അതുകൊണ്ട് തെളിഞ്ഞ ദീപങ്ങള് കൈവിളക്കുകളാണ് നിങ്ങൾക്ക് അനേക ദീപങ്ങളെ തെളിയിക്കാൻ കഴിയും. ഇവിടെ തെളിഞ്ഞ ദീപങ്ങളായി അനേകരുടെ ദീപം തെളിയിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ആയുസ്സും ആരോഗ്യമുള്ളതാകട്ടെ എന്ന് ശുഭസങ്കല്പം ഭഗവാന് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഈ സമയത്ത് സിസ്റ്റർ സമർപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിക്കുന്നതിൽ അനേകം സഹോദരന്മാര് മുൻകൈ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പേര് സജസ്റ്റ് ചെയ്തത് സഹോദരന്മാരാണ്. നമുക്ക് നമ്മുടെ സുന്ദരേട്ടൻ മുതലേ എത്ര പേര്. അപ്പോ പ്രവർത്തിക്കുന്ന കൈകൾക്ക് എത്ര ശക്തികള്, എത്ര നാരീരത്നങ്ങളെ ഈ നാട്ടിൽ സേവനം ചെയ്യുന്നു. സിസ്റ്ററെ, ഇവരും വളരെ നല്ല സേവകരാ. അപ്പൊ എത്ര സഹോദരന്മാരുടെ സ്നേഹം, ആശീർവാദം, അനുഗ്രഹം, ദൃഷ്ടി, പ്രചോദനം, ഊർജം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നാരി വേറെ നരൻ വേറെ എന്നുള്ളതല്ല. നമുക്കൊരുമിച്ചാണ് സേവനം ചെയ്യേണ്ടത്, ഒരുമിച്ചാണ് യാത്ര ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ഒന്നാണ്. എങ്ങനെ? ആത്മരൂപത്തിൽ ഒന്ന്. ശരീരം കൊണ്ട് മാത്രമേ സ്ത്രീ പുരുഷ വ്യത്യാസമുള്ളൂ. ശരീരം വിട്ട് അടുത്ത ശരീരം എടുക്കാൻ പോകുന്നത് ആത്മചൈതന്യമാണ്. ആത്മാവിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ഇതൊരു ലൈറ്റാണ്. 2 ജന്മങ്ങൾ നമുക്ക് മാറി മാറി എടുക്കണം. വണ്ടിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് സമത്വം ഓൾറെഡി ഉണ്ട്. സമത്വത്തിന് ഈ ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. നമ്മളെല്ലാം സമമാണ്. എങ്ങനെ? ആത്മരൂപത്തിലൊരു ലൈറ്റാണ്. പിന്നെ അടുത്ത സമം എന്താണ്? നമ്മൾ അസർവശക്തിവാന്റെ മക്കളാ, പരമേശ്വരന്റെ മക്കളാ. അവിടുന്ന് മൈറ്റ് കിട്ടുന്നുണ്ട്. സോ മൈറ്റ് എടുക്കുക, ലൈറ്റായിരിക്കുക. അതാണ് ജാഗരണം. ലൈറ്റ് കൊടുക്കുക, അതാണ് ജാഗരണം. എന്താ ഉപവാസം? സർവശക്തിവാൻ നിന്ന് മൈറ്റ് എടുക്കുക. അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. പിന്നെയോ വ്രതം എന്താണ്? റൈറ്റിയസായ കാര്യങ്ങൾ ചെയ്യുക, ശരിയായത്, നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പം എന്തായി? റൈറ്റിയസ് ലൈഫ്. സോ ലൈറ്റ്, ജാഗരണം, മൈറ്റ്, ഉപവാസം, സർവശക്തിവാൻ. വ്രതം എന്താണ്? നല്ലത് തന്നെ ചെയ്തുകൊണ്ട് പോവുക. വിപരീത പരിതസ്ഥിതി ധാരാളം വരും. പക്ഷെ ഒരു വിപരീത പരിതസ്ഥിതിക്കും, മല പോലെ വന്ന വിപരീത പരിതസ്ഥിതി നിൽക്കുമ്പോൾ മല പൊട്ടിച്ചു നിന്ന് ശക്തി കളയണ്ട. ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ ഉയർത്തും. അതിനുള്ള സമയമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈറ്റായി
ഏറ്റെടുത്ത് അനേകം റൈറ്റിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അതിനായി നമുക്കെല്ലാവർക്കും 3 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. ഇന്ന് ആദരിക്കപ്പെടുന്ന ഓരോ രത്നങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേര് സിസ്റ്ററുടെ ഹൃദയത്തിലുണ്ട്. കാരണം നമ്മുടെ ലിസ്റ്റ് അനേക തവണ കണ്ടതാണ്. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ദൃശ്യം നമുക്ക് പരസ്പരം കാണുകയും ചെയ്തു. 50 പേരുടെയും പേര് എനിക്ക് പറയണം. നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ.